അപ്പോൾ പച്ചക്കറികൾക്കൊക്കെ ഇത് ഭയങ്കര വിലയാണ് ഇന്ന് ന്യൂസിനകത്തുണ്ടായിരുന്നു. അപ്പോൾ മൈസൂരിലും തമിഴ്നാട്ടിലും ഒക്കെ കൃഷി നശിച്ചെന്നോ അങ്ങനെ എല്ലാത്തിനും വില കൂടുതലാണ്. ഇപ്പം തക്കാളിക്കൊക്കെ 100 രൂപയാണ്. ഇനി 100 രൂപയിൽ കൂടും എന്നാണ് എറണാകുളത്തൊക്കെ പച്ചക്കറി വ്യാപാരികൾ ന്യൂസിനകത്ത് പറഞ്ഞ് കേട്ടത്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീട്ടിൽ പണ്ടോട്ടെ പച്ചക്കറികളൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. അത്യാവശ്യം ചിലപ്പോഴൊക്കെ വാങ്ങിക്കാറുള്ളൂ. പിന്നെ ഇന്ന് അയ്യത്ത് പോയി നമുക്ക് പയറിൻ്റെ ഇല, പിന്നെ വേലി ചീരയുടെ ഇല, പിന്നെ സാമ്പാർ ചീര, ഇത് മൂന്നും കൂടെ കുറച്ച് പിച്ച് നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു തോരൻ വെച്ച്, പിന്നെ ഓമയ്ക്ക എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ തോരൻ വെച്ച്, പിന്നെ ഇച്ചിരി നിറം വീണ് പകുതി കേടായ 2 ഭാഗം നിലത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും കൂടെ കുറച്ച് നല്ല ഭാഗം നോക്കി എടുത്തിട്ട് നമ്മൾ അച്ചാർ ചെയ്തു. പിന്നെ ജാതിക്കയുടെ തോട് അത് ഇടിച്ചിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും കായവും ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ച് നല്ല അടിപൊളി ഐറ്റമാകും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ചെയ്തത്. അപ്പോൾ റാവൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു ചെടിച്ചട്ടിയിൽ നമ്മൾ പടർത്തി വിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് പയറിൻ്റെ ഇലയാണ്. ഒത്തിരിയും പയറൊന്നും പിടിക്കത്തില്ല, ഒരു 3-4 പയറൊക്കെ ഇപ്പം തന്നെ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ പയറിൻ്റെ ഇല നല്ലത് നോക്കി കുറച്ചെടുത്ത് കേട്ടോ. അപ്പോൾ കുറേ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അമരപ്പയറില്ലേ, അമരപ്പയറിനും കൂടെ കിളിച്ച് വരുന്നുണ്ട്. പക്ഷേ അത് കൊള്ളാവോ എനിക്കറിയത്തില്ല, അത്ര ശക്തി പോരാൻ തോന്നുന്നു ആ ചെടിക്ക്. എന്തായാലും വളർന്നു വരട്ടെ. പിന്നെ ഞാൻ പോയത് സാമ്പാർ ചീര പറിക്കാനാണ് കേട്ടോ. അതും ഒരു ഗ്രോ ബാഗിനകത്ത് ഞാൻ നട്ടതാണ്. പണ്ട് ഞാൻ ഇതൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ക്ലീനാക്കി വൃത്തിയാക്കിയ സ്ഥലം കണ്ട് ഇപ്പോൾ കിടക്കുന്നുണ്ടോ. 2-3 ഒരാഴ്ചത്തെ മഴ പെയ്തതേ ഉള്ളൂ, മൊത്തം അങ്ങ് പോച്ചയാണ്, കാടാണ്. അതുപോലെ 2 മാങ്ങയും കൂടെ നിലത്ത് വീണൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഓടിച്ചെന്നത് മൈസൂർ ചീര, വേലി ചീര എന്നൊക്കെ പറയത്തില്ലേ, ഇംഗ്ലീഷ് ചീര എന്നൊക്കെ ഞങ്ങളുടെ കൊല്ലത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ കുറച്ച് പറിച്ചെടുത്ത്, നല്ല കിളുന്നില ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ പറിച്ചെടുത്ത് കുറേ ഉണ്ട്, ബാക്കിയെല്ലാം കിളിച്ച് വരുന്നതേ ഉള്ളൂ. ഉണക്കത്തെല്ലാം പോയതാണ്. അതുകൊണ്ട് ഇത് പാഷൻ ഫ്രൂട്ട് ഇല്ലേ, അത് 2-3 കാപ്പ് പിടിച്ചിട്ടുണ്ട്. ചേട്ടന് ഇഷ്ടമാണ് കേട്ടോ, എനിക്കും പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ എല്ലാം കൂടെ പറിച്ചുകൊണ്ട് വന്നു. പിന്നെ ഇല 2 വശങ്ങളിലും, ഇലയുടെ 2 വശങ്ങളിലും നോക്കണം കേട്ടോ. എന്ന് വെച്ചാൽ അതിനകത്ത് ചെറിയ കീടങ്ങളോ വലയൊക്കെ കിട്ടിയിരിക്കും. അപ്പോൾ അതുമാത്രം നമ്മളൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നല്ലതാണ്, വളമൊന്നും ഇല്ലാതെ വിഷത്തിൻ്റെ വളമൊന്നും ഇല്ലാത്ത നമ്മുടെ അയ്യത്ത് തന്നെ വളരുന്ന ചെടി ഇലവർഗ്ഗങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇനിയുണ്ട്, ഒത്തിരി ഉണ്ട്. അപ്പോൾ ഞാൻ വരും ദിവസങ്ങളിൽ അതൊക്കെ ആ ഇലകളൊക്കെ പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ. ഇനി പച്ചക്കറിക്ക് വിലയൊക്കെ കുറയുന്നത് വരെ ഇനി ഇപ്പോൾ അതൊക്കെ ഉള്ളൂ. ഇത് ജാതിക്കയുടെ തോടാണ്. ജാതിക്കയുടെ തോട് ഇടിച്ച് നല്ലതുപോലെ, എന്നിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഇച്ചിരി കായവും കൂടെ ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടും കേട്ടോ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് നല്ല സൂപ്പർ ജാതിക്ക തോടിൻ്റെ രസമെന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും ഒഴിച്ചു കൂട്ടാൻ റെഡിയാവും. പിന്നെ മാങ്ങ അച്ചാർ ചെയ്തു. നല്ല ഭാഗം കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു അച്ചാർ ചെയ്തു. അങ്ങനെ ഇന്നത്തെ ഊണ് കുശാലായി കേട്ടോ. അപ്പോൾ ഓമയ്ക്കയുടെ തോരൻ, ചീരത്തോരൻ, പിന്നെ മാങ്ങ അച്ചാർ, പിന്നെ നമ്മുടെ ജാതിക്കാത്തോടിൻ്റെ റൊസുവും കൂടെ വെച്ചാണ് ചാറ്. റൊസു എന്ന് ഉദ്ദേശിച്ചത് കൊങ്കിണി വാക്കാണ്, ചാറെന്നാണ് മലയാള അർത്ഥം. പെട്ടെന്ന് വായിൽ വരുന്ന റൊസു എന്നാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ.